ഹായ് ഓൾ, എല്ലാവർക്കും എയർജോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭ്രമയുഗം, നമ്മൾ ഭ്രമയുഗത്തിനായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിനാണ്. ഇനിയൊരു മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സിനിമ നമ്മളിലേക്ക് എത്താനായിട്ട്, അല്ലേ? അപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഇന്റർവ്യൂസ് ഒന്നും നമുക്കോ ഈ ഒരു സിനിമയുടെ ക്രൂവോ ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പ്രസ് മീറ്റ് ഇന്നുണ്ടായിരുന്നു, പിന്നെ അബുദാബിയിലെ ലോഞ്ച്, ട്രെയിലർ, ടീസർ, പിന്നെ ഓഡിയോ റിലീസ്, ഇത് മാത്രമാണ് ഭ്രമയുഗത്തിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാതെ സിനിമ കാണാൻ പോകാം. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രമേഹത്തിന്റെ ഒരു ട്രെയിലർ കൂട്ടിയ ആ ഒരു ഹൈപ്പ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ട്രെയിലർ റിലീസ് ഇവന്റിൽ വന്നിട്ട് മമ്മൂക്ക പറഞ്ഞത്, ഈ ഒരു സിനിമ ഈ ട്രെയിലറും ടീസറൊന്നും കണ്ടിട്ട് ഇതൊന്നും പ്രതീക്ഷിച്ച് വരരുതെന്നാണ്. അതെന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല. സിനിമ എന്താണോ അത് പ്രേക്ഷകനിലേക്ക് അതിന്റെ ആ ഒരു സ്വഭാവം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കൂടി വളരെ ചടുലമായിട്ടൊക്കെ പോകുന്ന ഒരു ട്രെയിലർ ആയിരുന്നു ആ ഒരു പ്രമേഹത്തിൻ്റെത്. എനിവേ, നമുക്കൊരു എക്സ്പെരിമെന്റ് പടം പ്രതീക്ഷിച്ച് തന്നെ തിയേറ്ററിലേക്ക് പോകാം. എന്നാലും വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ റിലീസിനായിട്ട്. അപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എനിക്കൊരു കഥ മൈൻഡിൽ കൂടെ പോയി. ഇന്നത്തെ പ്രസ് മീറ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഒരു സിനിമ 100% ഫിക്ഷനിലാണ്. ഐതിഹ്യമാലയിൽ നിന്നൊക്കെ എടുത്ത കഥയാണെന്നൊക്കെ ഉള്ള ഒരു റൂമറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാര്യങ്ങളൊന്നും അല്ല. 100% ഫിക്ഷണലായിട്ടുള്ള പടമാണ്. അതേ കണക്ക് ഹൊറർ ആണെങ്കിൽ കൂടി ഈ പ്രേതം അത്തരത്തിലുള്ളൊരു ഹൊറർ അല്ല എന്നാണ് ഡയറക്ടർ പറയുന്നത്. ഒരു മിസ്റ്ററി സംഭവമാണ് സിനിമ. ഓക്കെ, അതെന്താണെന്ന് തിയേറ്ററിൽ പോയിട്ട് അറിയാനായിട്ടാണ് ക്രൂ പറയുന്നത്. പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ടൈം ലൂപ്പ് ആണെന്നൊക്കെയുള്ള ട്രെയിലർ കണ്ടിട്ട് അർജുൻ അശോകന്റെ ഒരു ഡയലോഗ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കണ്ടിട്ട് ടൈം ലൂപ്പ് ഒക്കെ ആണെന്നുള്ള ഒരു ഊഹാപോഹങ്ങളും റൂമേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല സിനിമ എന്നും അറിയാൻ ആ ഒരു പ്രസ് മീറ്റിൽ അറിയാനായിട്ട് സാധിച്ചു. പിന്നെ പടം ഫുള്ളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അവർ ആ ഒരു പ്രസ് മീറ്റിൽ റിവീൽ ചെയ്തിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ട്രെയിലറും ടീസറും പിന്നെ ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതായത് ഓഡിയോ ലോഞ്ചിങ്ങും നമ്മുടെ ഈ പ്രസ് മീറ്റിൽ നിന്നൊക്കെ വെച്ചിട്ടുള്ള ഹിൻസ് കൊണ്ട് എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു കഥ, ഇങ്ങനെ ആയിരിക്കാം കഥ വരുന്നത് എന്നെനിക്ക് ഒരു കാര്യം തോന്നി. ആ ഒരു കാര്യം പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ആവാം, ആവാതിരിക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം, ട്രെയിലറെ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുന്നു. ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതൊന്നും അല്ലെങ്കിൽ ഒന്നും പറയണ്ട, ജസ്റ്റ് ഒരു ഡീകോഡ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം, അത്രേ ഉള്ളൂ. അപ്പോൾ അർജുൻ അശോകന്റെ ക്യാരക്ടർ അടിമച്ചന്തയിൽ നിന്ന്, പണ്ട് കാലത്ത് അടിമകളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലത്താണ്, ആ ഒരു ടൈം പീരീഡിലാണ് ഈ ഒരു സിനിമ നടക്കുന്നത്, ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ അടിമച്ചന്തയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അർജുൻ അശോകന്റെ ആ ഒരു ക്യാരക്ടർ എത്തിപ്പെടുന്നത് മമ്മൂക്കയുടെ ഈ ഒരു എന്താ പറയുന്നത്, നിഗൂഢത നിറഞ്ഞ ഈ ഒരു മനയിലാണ്. ഓക്കെ, ഒരുപാട് നാളായിട്ട് അതിഥികളൊന്നും വരാതെ കിടന്ന ആ ഒരു മനയിലേക്കാണ് അർജുൻ അശോകൻ രക്ഷപ്പെടാനായിട്ട് ഓടിക്കയറുന്നത്. അവിടെ എത്തിയിട്ട് അവിടെ മമ്മൂക്കയെ കാണുന്നുണ്ട്, അവിടെ സിദ്ധാർത്ഥ് ഭരതനെ കാണുന്നുണ്ട്. അങ്ങനെ അവിടെ എന്താ പറയുന്നത്, രക്ഷിക്കണം എന്നും പറഞ്ഞ് അഭയം പ്രാപിക്കുന്നതായിരിക്കാം അർജുൻ അശോകന്റെ ക്യാരക്ടർ. അങ്ങനെ അഭയം നൽകാം, രക്ഷിക്കാം എന്നൊക്കെ ഏറ്റിട്ട് അർജുൻ അശോകന്റെ ക്യാരക്ടറിന്റെ മുന്നിലേക്ക് മമ്മൂക്ക ചിലപ്പോൾ ഒരു ഓഫർ വയ്ക്കുന്നുണ്ടായിരിക്കാം. പകിട കളിച്ച് ജയിച്ചാൽ നിങ്ങൾക്ക് എന്താണ്, അർജുൻ അശോകൻ ചിന്തിക്കുന്നതിനും അപ്പുറം സൗഭാഗ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനങ്ങൾ കൊടുക്കാം എന്ന രീതിയിൽ ഒരു ഓഫർ വയ്ക്കുന്നുണ്ടാകാം. ഇനി അഥവാ തോക്കുകയാണെങ്കിൽ, ആ ഒരു കളിയിൽ തോറ്റുപോകുകയാണെങ്കിൽ അർജുൻ അശോകന്റെ ക്യാരക്ടറിനെ കൊല്ലുകയോ ബലി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പകിടകളിയിലേക്ക് അർജുൻ അശോകനെ എത്തിക്കുന്നതായിരിക്കും മമ്മൂക്ക. ഓക്കെ, തീർച്ചയായിട്ടും അടിമയാകാൻ പോകുന്നിടത്ത് നിന്ന് വലിയൊരു ഓഫറൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ജീവിക്കുക, നല്ലോണം ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളൊരു ഇതിൽ ആ ഒരു പകിടകളിയിലേക്ക്, എന്ത് മരട്ടെ എന്നുള്ള രീതിയിൽ പകിടകളിയിലേക്ക്, നമ്മുടെ സ്ക്വിഡ് ഗെയിം ഒക്കെ ഇല്ലേ, അത്തരത്തിലുള്ളൊരു കാര്യം. ഓക്കെ, ആ സ്ക്വിഡ് ഗെയിം സീരീസിൽ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഗോട്ടി കളി. ഗോട്ടി കളിച്ചിട്ട് അപ്പുറത്തുള്ള ആള് തോക്കുന്ന ആള് മരിക്കും. ഓക്കെ, അത്തരത്തിലുള്ളൊരു നമുക്ക് മരിക്കുമെന്നല്ല, അർജുൻ അശോകൻ പകിടകളിയിൽ തോക്കുവാണെങ്കിൽ ബലി കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. വിധി 2 പ്രാവശ്യം ചൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആ ഒരു ട്രെയിലറിൽ നമുക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അർജുൻ അശോകൻ ആ ഒരു പകിടകളിയിൽ തോൽക്കുകയും പിന്നെ അവിടുന്ന് ആ ഒരു മനയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളും ഒക്കെ ആയിരിക്കാം സിനിമ. ഇങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. എന്താണെങ്കിലും അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എനിക്ക് ഈ ഒരു പ്ലോട്ടാണ് ഈ ഒരു സിനിമയുടെ ഈ ഒരു ട്രെയിലറും ടീസറും ഒക്കെ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ വന്നാലും കിടിലൻ ഒരു പ്ലോട്ടാണ്. എന്തായാലും നമ്മുടെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഇരിപ്പ് വശമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അനന്തഭദ്രത്തിലെ മനോജ് കെ ജയനില്ലേ, അത്തരത്തിലുള്ളൊരു ദുർമന്ത്രവാദി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ആകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ആവുമ്പോഴത്തേക്ക് ഈ ബലി നൽകുക എന്നൊക്കെ ഉള്ളത് അവിടെ യോജിച്ച് പോകുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നത് അനന്തഭദ്രത്തിലെ മനോജ് കെ ജയൻ തന്നെ ചെയ്തപ്പോഴത്തേക്ക് അത് വേറെ ലെവലായിരുന്നു. മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു ട്രെയിലറിൽ തന്നെ മമ്മൂക്ക ഞെട്ടിച്ചു. ഇതുവരെ കാണാത്തൊരു രൂപത്തില്, ഭാവത്തില്
ഇതിലും മേലെ ആയിരിക്കും ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണാൻ പോകുന്നത്, നമ്മളെ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബ്രഹ്മയുഗത്തിനായിട്ട്, മമ്മൂക്കയുടെ ഒരു കിടുക്കാച്ച് പെർഫോമൻസിനായിട്ടൊക്കെ നമുക്ക് കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓവർ എക്സ്പെക്ടേഷൻ അത് നല്ലതുമല്ല. പക്ഷെ ഇത്രയും നല്ല കിടിലൻ ട്രെയിലറൊക്കെ കണ്ടിട്ട് എങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ തിയേറ്ററിനകത്ത് പോകും? അത് തനിയെ വരുന്നൊരു കാര്യമാണ്. എനിക്കും എത്രത്തോളം എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം മമ്മൂക്കയുടെ ഒരു കിടിലൻ പെർഫോമൻസിന് അത് കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മമ്മൂക്കയുടെ ആ ഒരു പകർന്നാട്ടം, അസാമാന്യമായിട്ടുള്ള ആ ഒരു പ്രകടനം കാണാൻ കഴിഞ്ഞാൽ തന്നെ ഞാനൊരു 70% സാറ്റിസ്ഫൈഡ് ആകും. ഓക്കെ, എന്തായാലും കാത്തിരിക്കാം പ്രമേഹത്തിനായിട്ട്. നിങ്ങൾക്ക് കണ്ട് കഴിയുകയാണെങ്കിൽ വളരെ എക്സ്പെക്ടേഷനൊക്കെ വളരെ കുറച്ച് കൊണ്ടുപോയി സിനിമ കാണുക, അതായിരിക്കും നല്ലത്. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. ട്രെയിലറിൽ കണ്ട ആ ഒരു ചടുലതയൊന്നും സിനിമയ്ക്കകത്തില്ലെങ്കിൽ ചിലപ്പോൾ നിരാശയാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു കാലത്തിൽ വലിയ ഫ്രെയിംസും മനോഹരമായിട്ടുള്ള വിഷ്വൽസും ഒക്കെ ആയിട്ട് വന്ന മലൈക്കോട്ടെ വാലിബൻ പോലും ചെറിയൊരു സ്ലോ ആയി പോയി എന്നുള്ള കാരണത്താൽ പരാജയപ്പെട്ട ഒരു നാടാണ് നമ്മളുടേത്, ഇൻഡസ്ട്രിയാണ് നമ്മളുടേത്. സോ എക്സ്പെക്ടേഷനൊക്കെ വളരെയധികം കുറച്ച് കൊണ്ടുപോവുക. അപ്പോൾ എന്താണ്, വലിയൊരു അത്ഭുതം നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ചാൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആകും അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.